തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതിലേക്കും ഏറ്റവും വലിയ ഒരു പ്രശ്നം നേരിടേണ്ടി വന്ന ഒരു സ്ത്രീ തൻ്റെ ഉറച്ച വിശ്വാസത്തിൽ ആശ്രയിച്ച് ആ പ്രശ്നം പരിഹരിച്ച സംഭവം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 8 മുതൽ 37 വരെയുള്ള വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏലീശ ദീർഘദർശിയുമായി ബന്ധപ്പെട്ടാണ് ആ സംഭവം. ഏലീശ ദീർഘദർശി ഒരു ദിവസം ശൂനേം എന്ന സ്ഥലത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ധനികയായ ഒരു സ്ത്രീ അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. ഇസ്രായേലിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശത്തുള്ള സമ്പൽ സമൃദ്ധമായ പ്രദേശമാണ് ശൂനേം. അതിമനോഹരമായ അരുവികളും തോട്ടങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലം കൂടിയായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ധനികയായ സ്ത്രീയുടെ പേര് പറയുന്നില്ല എങ്കിലും അവൾ ദൈവഭക്തയായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ദൈവപുരുഷനെ ആദരിക്കുവാനുള്ള അവളുടെ തീരുമാനം. അവളുടെ ക്ഷണം സ്വീകരിച്ച് ഏലീശ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് ആ വഴി പോകുമ്പോഴെല്ലാം അവിടെ കയറി ഭക്ഷണം കഴിക്കുക പതിവായി. ഏലീശയുടെ ദിവ്യത്വം മനസ്സിലാക്കിയ ആ സ്ത്രീ അവളുടെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടിട്ട് ഒരു മാളിക മുറി ഏലീശയ്ക്ക് വേണ്ടി അവളുടെ വീടിനോട് ചേർത്ത് പണിയുന്നു. അതിൽ ഒരു കട്ടിലും ഒരു മേശയും ഒരു കസേരയും ഒരു നിലവിളക്കും വെച്ച് അവൻ ആ വഴി പോകുമ്പോഴെല്ലാം അവിടെ വിശ്രമിക്കുവാൻ ക്രമീകരണം ചെയ്യുന്നു. ആ സ്ത്രീയുടെ ഭക്തിയും ബഹുമാനവും കണ്ട പ്രവാചകൻ അവളുടെ ആവശ്യം തൻ്റെ ഭൃത്തനായ ഗേഹാസി വഴി ചോദിച്ച് മനസ്സിലാക്കി. മക്കളില്ലാതിരുന്ന അവൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനുള്ള അനുഗ്രഹം നൽകുന്നു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി കുഞ്ഞിനെ അവൾക്ക് കിട്ടി. ആ കുഞ്ഞ് വളർന്നു. ഒരു കൊയ്ത്തുകാലം വന്നപ്പോൾ കൊയ്ത്തുകാരുടെ കൂടെ വയലിലായിരുന്ന സമയം ശക്തമായ തലവേദന അനുഭവപ്പെടുകയും അമ്മയുടെ മടിയിൽ ഇരുന്ന് കരഞ്ഞ് കുഞ്ഞ് മരിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ കാഠിന്യം പോലെ സൂര്യതാപം ഏറ്റതാകാം കാരണമെന്ന് വ്യാഖ്യാതാക്കൾ ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുന്നു. തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം, താൻ വളരെയേറെ സ്നേഹിക്കുകയും താലോലിച്ച് വളർത്തുകയും ചെയ്ത കുഞ്ഞ് ക്ഷണത്തിൽ മരിച്ചതിൽ ദുഃഖിതയായി തീർന്ന ആ സ്ത്രീയുടെ തുടർന്നുള്ള നടപടികളാണ് വളരെയേറെ ശ്രദ്ധേയമായി നാം മനസ്സിലാക്കേണ്ടത്. ആ സ്ത്രീ തൻ്റെ മരിച്ച കുഞ്ഞിനെ ദൈവപുരുഷന്റെ മുറിയിലെ കട്ടിലിൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങിയതായി 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവളുടെ ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധി, പ്രശ്നം, ദുഃഖമേറിയ സാഹചര്യ സംഭവം അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ്. അവൾ തുടർന്ന് തൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടിട്ട് ഒരു ബാല്യക്കാരനെ കൂട്ടി കഴുതപ്പുറത്ത് കയറി പ്രവാചകൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞ് പോവുകയാണ്. അവൾ പ്രവാചകനെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു. പ്രവാചകന്റെ കാലക്കലേക്ക് അവൾ വീഴുകയാണ്. പ്രവാചകൻ തൻ്റെ ശിഷ്യനായ ഗേഹാസിയെ അയച്ച് അവളുടെ പ്രശ്നം പരിഹരിക്കുവാൻ തുനിഞ്ഞെങ്കിലും ശൂനേംകാരി സ്ത്രീ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല, നീ തന്നെ നേരിട്ട് എൻ്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ് അവൻ്റെ കാൽക്കൽ തന്നെ വീണ് കിടന്നു. തുടർന്ന് പ്രവാചകൻ നേരിട്ട് അവളുടെ വീട്ടിലെത്തി. പ്രവാചകൻ തൻ്റെ മുറി തുറന്ന് അകത്ത് കടന്നപ്പോൾ ബാലൻ തൻ്റെ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ടത്. പ്രവാചകൻ ബാലൻ്റെ മേൽ കവിണ്ണു വീണ് യഹോവയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഉടൻ ബാലൻ കണ്ണ് തുറന്നു. അവന് ജീവൻ തിരികെ കിട്ടി. അമ്മയെ വിളിപ്പിച്ച് ബാലനെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അവൾ പ്രവാചകന്റെ കാൽക്കൽ വീണ്ടും സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഈ സംഭവത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശൂനേംകാരി സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ദുഃഖമേറിയ സാഹചര്യം, അവൾ അലമുറയിട്ട് കരയുകയോ ആ മരിച്ചുപോയ കുഞ്ഞിനെ ശവക്കോട്ടയിൽ സംസ്കരിക്കുകയോ അല്ല ചെയ്തത്. അവൾ ആ കുഞ്ഞിൻ്റെ ജഡം പ്രവാചകന്റെ മുറിയിൽ കൊണ്ട് വയ്ക്കുന്നു. പ്രവാചകന്റെ അടുക്കലേക്ക് അതിശീഘ്രം ഓടുകയും ചെയ്യുന്നു. പ്രവാചകൻ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കും എന്നവൾ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. അല്പം പോലും സംശയം ആ കാര്യത്തിൽ അവൾക്കുണ്ടായിരുന്നുമില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല എന്നാണല്ലോ സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകുന്ന ഉറപ്പ്. സങ്കീർത്തനം 55:8. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പത്രോസ് ലീഹായും നമ്മെ ഓർപ്പിക്കുന്നുവല്ലോ. 1 പത്രോസ് 5:7. ഇത്രയും വലിയ ദുഃഖം പ്രവാചകന്റെ മുറിയിൽ പ്രവാചകന്റെ കാൽച്ചുവട്ടിൽ വെച്ചിട്ട് അവൾ സ്വസ്ഥയായി നിൽക്കുകയാണ്. പ്രവാചകൻ തൻ്റെ പ്രശ്നം പരിഹരിച്ചു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി. അവൾക്ക് പ്രവാചകനുള്ള വിശ്വാസം അത്രമാത്രം തീക്ഷ്ണമായിരുന്നു. ആരും ആവശ്യപ്പെടാതെയാണല്ലോ ആ സ്ത്രീ പ്രവാചകനെ ദൈവപുരുഷനായി മനസ്സിലാക്കി അദ്ദേഹത്തെ ആദരിക്കുന്നതും അദ്ദേഹത്തിന് അവളുടെ ഭവനത്തോട് ചേർന്ന് താമസിക്കുവാൻ മുറി ഒരുക്കുന്നതും. നമ്മുടെ ഹൃദയത്തിൽ
ഒരു ചെറിയ സ്ഥലം കർത്താവിന് വേണ്ടി ഒരുക്കുന്നു എങ്കിൽ, പൂർണ്ണമായി അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, തീർച്ചയായും പ്രതിസന്ധികൾ വരുമ്പോൾ ആ മുറിയിലേക്ക് പ്രതിസന്ധികളുമായി കടന്നു ചെല്ലുക. അവനെ അവിടേക്ക് നാം ക്ഷണിച്ചു വരുത്തുക. അവൻ നമ്മുടെ പ്രതിസന്ധികളെ അത്ഭുതകരമായി പരിഹരിക്കും, അതിൽ നമ്മെ വിടുവിക്കുകയും ചെയ്യും. ഓരോ അനുഭവത്തിലൂടെ നാം രുചിച്ചറിഞ്ഞ ദൈവത്തെ മുറുകെ പിടിക്കുവാനും, പ്രശ്നങ്ങൾ വരുമ്പോൾ അവയെ അവൻ്റെ കാൽക്കൽ സമർപ്പിച്ച് അവൻ്റെ പക്കൽ നിന്ന് വിടുതൽ പ്രാപിക്കാനും സന്തോഷിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോവുകയും തലതല്ലിക്കീറി കരയുകയുമല്ല യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത് എന്ന വലിയ പാഠം ശൂന്യംകാരി സ്ത്രീ നമുക്ക് കാണിച്ചു തരുന്നു. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.